ഒരിക്കലും ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു പാരൻ്റ് ആവാൻ പറ്റുക? ഗുരു മറുപടി പറഞ്ഞു, നീ സൂര്യനെ പോലെ ആയാൽ മതി. സൂര്യനെ പോലെ? അതെ, സൂര്യൻ്റെ കീഴിൽ എത്രമാത്രം സസ്യങ്ങൾ വളരുന്നുണ്ട്. തെങ്ങ്, കവുങ്ങ്, ആൽമരം, തൊട്ടാവാടി, പയറുചെടി ഒക്കെ വളരുന്നത് സൂര്യൻ്റെ ചുവട്ടിൽ. എന്നാൽ ഓരോന്നിൻ്റെ ഗ്രോത്തും ഓരോന്നിൻ്റെ സ്ട്രെങ്ത്തും അത് വളരുന്നതിൻ്റെ ഡ്യൂറേഷനും ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ സൂര്യൻ എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേപോലെയുള്ള സൺലൈറ്റ്. ഇതേപോലെ എല്ലാ പാരൻസും ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെ മക്കള് ഈ തെങ്ങ്, ഈ ആൽമരം, ഈ പുൽച്ചെടി, തൊട്ടാവാടി പോലെ ഓരോ മക്കളും ഓരോ ക്യാരക്ടറാണ്. ഓരോ മക്കൾക്കും ഓരോ സ്ട്രെങ്ത് ആണ്. അവരുടെ സ്ട്രെങ്ത്തും അവരുടെ ടാലന്റ് ഒക്കെ യുണീക്കാണ്. നമ്മൾ ഒരു കുട്ടീനെ വെച്ച് വേറൊരു കുട്ടീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ കമ്പാരിസൺ ചെയ്യപ്പെട്ട കുട്ടിക്ക് അവരുടെ ഓൺ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ തോട്ട്സ്, ആ കുട്ടിയുടെ കഴിവുകളൊക്കെ പുറത്ത് വരാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. നമ്മളെ കുട്ടികളെ ഒരിക്കലും നമ്മളൊരു കോപ്പി പേസ്റ്റ് ആക്കി വളർത്താൻ പാടില്ല. നമ്മൾ ശരിക്കും കുട്ടികളെ വളർത്തുന്നതിന് പകരം വാർത്തെടുത്താൽ മാത്രം മതി. കാരണം പാരന്റിങ് ഈസ് എൻ ആർട്ട്. ഇതൊരു ശരിക്കും ഒരു ആർട്ടാണ്. നമ്മൾ ആ കുട്ടിക്ക് വളരാനുള്ള അറ്റ്മോസ്ഫിയർ, വളരാനുള്ള ഗ്രോത്തിന്റെ മൈൻഡ് സെറ്റുകൾ, അതേപോലെ കുട്ടിക്ക് വളരാനുള്ള സിറ്റുവേഷൻസ് മാത്രം ഒരുക്കി കൊടുത്താൽ മതി. കുട്ടികൾ താനെ വളർന്നോളും. നമ്മളിപ്പോൾ അധിക പാരന്റ്സിനും ഭയങ്കര പ്രഷറാണ്. എൻ്റെ കുട്ടി എങ്ങനെ ടാലന്റ് ആവും, അതേപോലെ എൻ്റെ കുട്ടി എങ്ങനെ യുണീക്ക് ആവും, എൻ്റെ കുട്ടിക്ക് എങ്ങനെ അത്രമാത്രം കഴിവുകൾ പങ്കെടുക്കാൻ പറ്റും. എല്ലാ കാര്യത്തിലും പാരന്റ്സ് സ്ട്രെസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെറിയ പ്രായം തൊട്ടിട്ട് കുട്ടീന്റെ വീക്ക് പോയിന്റ് എന്താണോ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്യൂഷന് വിടുന്നത് എങ്ങനെയാ, ആ കുട്ടി ഏറ്റവും മോശമായിട്ടുള്ള സബ്ജക്ട് ഏതാ അതെടുത്തിട്ട് നമ്മൾ അതിനെ ട്യൂഷന് വിടും. ഒരിക്കലും ഞാൻ കുറ്റം പറയല, പക്ഷേ ആ കുട്ടി പഠിക്കുന്ന പല സബ്ജക്റ്റുകളും വേറെ ഉണ്ടാവും. നല്ല ഇൻട്രസ്റ്റ് ഉള്ള വേറെ സബ്ജക്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെറുതിലേ കാണിച്ചു കൊടുക്കുന്നത് വീക്ക് പോയിന്റ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളത്. ഇത് മാറ്റി കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണോ, കുട്ടികളുടെ ടാലന്റ് എന്താണോ, കുട്ടികളുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള അറ്റ്മോസ്ഫിയർ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ സൂര്യനെ പോലെ.